നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ തുണികളൊക്കെ പെട്ടിയിൽ അടുക്കി വെക്കുന്നേ? എവിടേക്കെങ്കിലും യാത്രയുണ്ടോ? ഉണ്ടല്ലോ. എങ്ങോട്ടാ? കുറച്ച് ദൂരത്തേക്കാ. ദൂരത്തേക്കെന്ന് വെച്ചാ? അങ്ങ് സിംഗപ്പൂരിലേക്ക്. സിംഗപ്പൂരിലേക്കോ? അപ്പോ കടലൊക്കെ കടന്നു പോണോ? പോണം. എന്നിട്ട് വിശാൽ സാറ് എന്നാ വരുക? കമ്പനിയുടെ ഒരു പ്രൊജക്ടിന് വേണ്ടിട്ടാ പോകുന്നത്. മടങ്ങി വരാൻ ചിലപ്പോ 1-2 ആഴ്ച എടുത്തെന്നിരിക്കും. 2 ആഴ്ചയോ? അയ്യോ. അപ്പോ 2 ആഴ്ച എനിക്ക് വിശാൽ സാറിനെ കാണാൻ പറ്റില്ലല്ലോ. എന്തേ, പാർവതിക്ക് വിഷമായോ? വിശാൽ സാറിനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുക. വിഷമായി. അത് ഈ മുഖം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. സാരമില്ല വിശാൽ സാറ്, സാരമില്ല. സാറ് സന്തോഷമായിട്ട് പോയി ജോലിയൊക്കെ തീർത്തിട്ട് വാ. എന്റെ തൊട്ടാവാടി, ഞാൻ തനിച്ചല്ല സിംഗപ്പൂര് പോകുന്നത്. പിന്നെ ഞാനും നീയും, നമ്മൾ രണ്ടാളും ഒരുമിച്ചാ പോകുന്നേ. ഞാനോ? എന്തേ, പാർവതി സിംഗപ്പൂരിലേക്ക് വന്ന ആരെങ്കിലും പിടിച്ചു തിന്നോ? അല്ല, ഞാൻ താനും വരുന്നു സിംഗപ്പൂരേക്ക്. നാളെ പുലർച്ചെ നമ്മൾ സിംഗപ്പൂരിലേക്ക് പറക്കുന്നു. അല്ല, അതിന് എന്തൊക്കെയോ രേഖകളൊക്കെ വേണ്ടേ? പാസ്പോർട്ട് അങ്ങനെ എന്തോ? അതെല്ലാം ഓക്കെയാണ്. ഞാനൊരു എമർജൻസി പാസ്പോർട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് തരാനായിട്ട് തന്റെ റൂമിൽ വന്നപ്പോഴേ തന്നെ കണ്ടില്ല, അതുകൊണ്ടേ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷേ വിശാൽ സർ, ഞാൻ ഇന്ന് വരെ വിമാനത്തിലൊന്നും കേറിയിട്ടില്ല. ഈ ആകാശത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പിടിയുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. എന്നാലും എനിക്ക് പേടിയാ. എത്ര ഉയരത്തിലൊക്കെ അത് പറക്കുന്നേ, അതും മേഘങ്ങളുടെ ഒക്കെ ഇടയിലൂടെ. അയ്യോ, അത് ഓർക്കുമ്പോഴേ ദേഹമൊക്കെ വിറയ്ക്കാം. ഒരു വിറയിലും വേണ്ട. പാർവതി തനിച്ചല്ലല്ലോ, ഞാൻ കൂടെ ഇല്ലേ? ഞാൻ കൂടെ ഉള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നേ? എന്നാലും അങ്ങനെ പേടിച്ചാ കൊള്ളില്ലല്ലോ. ഈ പേടിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ആദ്യം ചെന്നിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഈ പെട്ടിയിൽ എടുത്തു വെക്കാം. അപ്പൊ ഞാനും വരണോ സിംഗപ്പൂരിലേക്ക്? വരണം വരണം. നീ വേഗം പോയി പെട്ടി റെഡിയാക്കിട്ടോ. ചെല്ല. വരാം. സാർ ഇത് കുടിച്ചില്ലല്ലോ, ദാ കുടിക്കേ. ഇന്ന് ഞാനേ ഈ പാല് കുടിക്കുന്നില്ല. അതെന്താ? ഇപ്പൊ ഈ പാല് കുടിച്ചാലേ ഞാൻ ഉറങ്ങിപ്പോവും. അങ്ങനെ ഉറങ്ങിപ്പോയാ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവില്ലേ? ഓ, ദേ അപ്പൊ ഈ പാലോ? അത് പാർവതി തന്നെ കുടിച്ചോ. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോവില്ലേ? പാർവതി ഉറങ്ങിപ്പോയാലേ പാർവതി ഞാൻ പൊക്കി എടുത്തോണ്ട് പോവില്ലേ? അതിന്റെ ഒരു റിഹേഴ്സലായിട്ട് ഞാൻ നിന്നെ ഇപ്പൊ പൊക്കി എടുക്കാം. വാ. വിശാൽ സർ വേണ്ട. നീ ഈ പാല് ഇവിടെ വെച്ചേ. വാ, നിന്നെ ഞാൻ പൊക്കട്ടെ. വിശാൽ സർ, ആരെങ്കിലും കാണും. പാസ്പോർട്ട് അവിടെ കാണുന്നില്ല. കാണുന്നില്ലേ? പാസ്പോർട്ട് കാണുന്നില്ലെന്നോ? അതെവിടെ പോയി? ഞാൻ ദാ മുറി തന്നെയാണല്ലോ വെച്ചിരുന്നത്. ഞാനവിടെ നോക്കിയിട്ട് കണ്ടില്ല.
നീ ശരിക്കും നോക്കിയോ പാർവതി? അവിടെ മുഴുവനും ഞാൻ അരിച്ചു പെറുക്കി നോക്കിയതാ. അവിടെ എങ്ങും ഇല്ല ഗാർഗി. ഈ നേരമില്ലാത്ത നേരത്ത് പാസ്പോർട്ട് അവിടെ തന്നെ വെച്ചിരുന്നാണല്ലോ. പിന്നെ അത് എവിടെ പോവാനാ? നീ അതെ ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടാവില്ല. വിശാൽ സർ, ഞാനിനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ഉദയനൊരു അമ്മയാണ് സത്യം. അപ്പൊ പിന്നെ ആ പാസ്പോർട്ട് എവിടെ പോയി? എന്തോ നിന്റെ മുറിയിൽ വെച്ചിരുന്ന പാസ്പോർട്ട് അവിടെ നിന്ന് എങ്ങോട്ട് പോവാനാ? എനിക്കറിയില്ല. പ്രതാപനങ്ങൾ, പാർവതി സിംഗപ്പൂരിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഇനി നിങ്ങൾ വല്ല കുരുട്ടുബുദ്ധിയും പ്രയോഗിച്ചോ? ദേ, ആ പാസ്പോർട്ട് എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അവർക്ക് തിരിച്ചു കൊടുത്തേക്ക്. നീ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കരുത്. എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. എനിക്കെന്തിനാ അവളുടെ പാസ്പോർട്ട്? ദേ, ഇവൾ അശ്രദ്ധയോടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഇനി അത് എവിടെ പോയി തിരയും? ഫ്ലൈറ്റിനാണെങ്കിൽ നേരമാവുന്നു. പാർവതി, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക, പാസ്പോർട്ട് ആ മുറിയിൽ ഇല്ലെന്ന് ഉറപ്പാണോ? ഇല്ല വിശാൽ സർ, സത്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേച്ചി, എന്താ ദേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.